കേരള നവോത്ഥാനം ഒരർത്ഥത്തിൽ കേരളവും ഇന്ത്യയിലെ പല ഭാഗങ്ങളും 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടം മുതൽ സാക്ഷ്യം വഹിച്ച നവോത്ഥാന പാരമ്പര്യത്തെ, പൈതൃകത്തെ, അതിന്റെ ചരിത്രത്തെ കുറെ കൂടി അതിന്റെ ഫൗണ്ടേഷണൽ പ്യൂരിറ്റിയോടുകൂടി അതിന്റെ കേവലതയിൽ വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറയുക എന്നതാണ് എന്റെ ഈ അവതരണത്തിന്റെ ലക്ഷ്യം. കാരണം ഇന്ന് നവോത്ഥാന മൂല്യങ്ങൾ വളരെയധികം ഭീഷണി നേരിടുന്ന കാലത്ത് ആണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നവോത്ഥാനത്തെ പലപ്പോഴും നമ്മൾ നവോത്ഥാനത്തെ കുറെ കൂടി പ്രത്യയശാസ്ത്ര വ്യാഖ്യാന പടക്കുകൾക്കകത്താണ് മനസ്സിലാക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ കേവലതയിൽ അതിന്റെ പ്യൂരിറ്റിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നവോത്ഥാനം എന്നത് ആധുനികത തന്നെയാണ്. കാരണം നവോത്ഥാനം എന്ന വാക്ക് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെയും അതുപോലെ കേരളത്തിന്റെയും പശ്ചാത്തലത്തിൽ എത്രമാത്രം ശരിയാണ് എന്നതിനെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. കാരണം നവോത്ഥാനം യഥാർത്ഥത്തിൽ റിനൈസൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചാണെങ്കിൽ അത് യൂറോപ്പിൽ, പ്രത്യേകിച്ചും ഇറ്റലിയിൽ 14ാം നൂറ്റാണ്ട് മുതൽ തുടക്കമിട്ട ഒരു ചിന്താ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെയാണ്, ഒരു മാറ്റത്തെ കുറിക്കാനുള്ള ഒരു പദമാണ് റിനൈസൻസ് എന്നത്. അത് 14ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി അതിന്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങളുടെ ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് യൂറോപ്പിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ചും 16-17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ രൂപം കൊണ്ട മതനവീകരണ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് യൂറോപ്പിൽ 18ാം നൂറ്റാണ്ടിലുണ്ടായ ജ്ഞാനയുഗം അല്ലെങ്കിൽ ഏജ് ഓഫ് റീസൺ എന്ന് വിളിക്കുന്ന ജ്ഞാനയുഗം, എൻലൈറ്റൻമെന്റ്, ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ്. അതിനുശേഷം ഉണ്ടായ ശാസ്ത്ര രംഗത്ത്, ശാസ്ത്രബോധത്തിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും തുടർന്നുണ്ടായ വ്യാവസായിക വിപ്ലവത്തിലൊക്കെ കൂടെ പോയ ഒരു 500-600 വർഷത്തെ ചരിത്രമാണ് ആധുനികതയ്ക്ക് യൂറോപ്പിലുള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലും മറ്റും ഇവിടെ ആധുനികത എന്നത് ഇവിടെ എത്തിയത് ഒരു പാക്കേജ് ആയിട്ടാണ്. കാരണം അത് കൊളോണിയലിസം നമ്മുടെ നാട്ടിൽ വന്നത് മുതൽ നാം കുറെ കൂടി ആധുനികമായ കാഴ്ചപ്പാടുകളോടും ചിന്തകളോടും വിചാരങ്ങളോടും ഒക്കെ നമുക്ക് പരിചയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ 500-600 വർഷത്തെ യൂറോപ്പിലെ ഈ നീണ്ട ചരിത്രം ആധുനികതയ്ക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു 100 വർഷത്തിന് ചുവടെ മാത്രമാണ് ഉണ്ടായത്. കാരണം നമുക്കിതൊക്കെ ഒന്നിച്ചാണ് വന്നത്, ഒരു പാക്കേജാണ്. അതായത് നവോത്ഥാനമായാലും മതനവീകരണമായാലും അതുപോലെ എൻലൈറ്റ്മെന്റും ഒക്കെ ഒറ്റ പാക്കേജാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നവോത്ഥാനം എന്ന വാക്കിന് ആധുനികത എന്നൊരു പകരം വാക്കും കൂടി ഞാൻ ഇവിടെ ഉപയോഗിച്ചു. ഞാനിവിടെ സ്റ്റീവൻ പിങ്കറിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം 2018 പ്രസിദ്ധീകരിച്ച ദി എൻലൈറ്റ്മെന്റ് നൗ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് നമ്മുടെ അസംഖ്യം സാധ്യത എന്ന് പറയുന്നത് ആസ്ട്രോണോമിക്കൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. ഈ അസംഖ്യം സാധ്യതകൾക്കിടയിൽ ഒരു നിസ്സാരമായ തുണ്ട്, ഒരു കഷണം, ഒരു ഇൻഫിനിറ്റസിമൽ സ്ലിവർ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സുവ്യവസ്ഥിതമായി ക്രമീകരിക്കപ്പെട്ട കാര്യങ്ങൾ, മാറ്റർ, വസ്തുക്കളെന്ന്. ആ ഇൻഫിനിറ്റസിമൽ സ്ലിവറിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതവും നമ്മുടെ സന്തുഷ്ടിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ എത്രമാത്രം ഇംപ്രോബബിലിറ്റി എന്നത്, അസംഭവ്യത എന്നത് എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ ശരീരം തന്നെ യഥാർത്ഥത്തിൽ മോളിക്യൂളുകളുടെ ഒരു അസംഭവ്യമായ സംയോജനത്തിൽ നിന്നുണ്ടായിരുന്നു.
നമുക്ക് ഒട്ടും പ്രയോജനകരമില്ലാത്ത ഒരുപാട് ക്രമീകരണങ്ങൾ ഉണ്ടാവാം. ആ ക്രമീകരണങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു മാറ്റം ഉണ്ടായാൽ പോലും അത് നമ്മുടെ ജീവിതത്തേക്ക് എത്രമാത്രം ഹാനികരമായി ബാധിക്കും എന്നതിന്റെ ഒരു പ്രത്യക്ഷമായി നമുക്ക് പരിചയമുള്ള ഒരു ഉദാഹരണമാണ് കേരളം കഴിഞ്ഞ വർഷം കണ്ട പ്രളയം. ഇത് ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ക്യാമറയാണ്. അന്ന് ഒരുപാട് ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യമുണ്ടായിരുന്ന കാലത്ത് എനിക്കുണ്ടായിരുന്ന ക്യാമറയാണ്. ഈ ക്യാമറ ഇന്ന് ഉപയോഗശൂന്യമാണ്. ഞാനത് ഒരു മ്യൂസിയം പീസായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇത് ഉപയോഗശൂന്യമായതിനു ശേഷം ഞാൻ മറ്റൊരു ക്യാമറ വാങ്ങി. അതും ഏതാണ്ട് ഒരു 4-5 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്നു. അതും മ്യൂസിയം പീസായിട്ട് ഇപ്പം വെറുതെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗശൂന്യമായിരിക്കുന്നത്? ഞാനിവിടെ ഏറ്റവും മുമ്പ് സംസാരിച്ച 2 പേരും ഫിസിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫിസിക്സിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണമാണ്. ഞാനും ഒരല്പം ഫിസിക്സ് ഇവിടെ ഉപയോഗിക്കാൻ തോന്നുന്നു. പക്ഷെ ഞാൻ ഫിസിക്സിലെ ഒരു സങ്കല്പത്തെയാണ്, ഒരു ആശയത്തെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻട്രോപ്പി എന്നാണ് അതിന്റെ പേര്. അതായത് എൻട്രോപ്പി എന്നത് ഡിസോർഡർ, ഒരു വ്യൂഹം, ഒരു സിസ്റ്റം അത് ഒരു ക്ലോസ്ഡ് അവസ്ഥയിലാണെങ്കിൽ, ഒരു ഐസൊലേറ്റഡ് അവസ്ഥയിലാണെങ്കിൽ അതിന്റെ ഡിസോർഡർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ തിയറി പറയുന്നത്. അല്ലെ? അങ്ങനെയല്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഏതൊരു വസ്തു, ഏതൊരു സിസ്റ്റവും അത് ക്ലോസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ അതിന്റെ ഡിസോർഡർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രകൃതി എന്നത് നമ്മൾ ചുറ്റും കാണുന്ന പ്രകൃതി എന്നത് അടിസ്ഥാനപരമായി ഡിസോർഡറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കയോട്ടിക് ആണ്, അലങ്കോലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും അനിശ്ചിതത്വം നമ്മുടെ ചുറ്റുമുണ്ട്. അനിശ്ചിതത്വത്തിന്റെ നടുവിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ പ്രകൃതിയിൽ കാണുന്ന ഈ ഡിസോർഡർ ഒട്ടും വിഭിന്നമല്ല നമ്മുടെ മനുഷ്യന്റെ അവസ്ഥയും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം എന്നത് ഈ എൻട്രോപ്പിയെ, ഈ ഡിസോർഡറിനെ, അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിസോർഡറിനെ കുറെയെങ്കിലും വൈകിപ്പിക്കുവാനുള്ള സംരംഭങ്ങളുടെ ഒരു ആകത്തുകയാണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡിസോർഡർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള, കുറെ കൂടി തടഞ്ഞു നിർത്താനുള്ള, എൻട്രോപ്പിയെ തടഞ്ഞു നിർത്താനുള്ള, ഡിലേ ചെയ്യാനുള്ള ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സംരംഭങ്ങൾ. അത് തന്നെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സിവിലൈസേഷൻ, സംസ്കൃതി എന്ന് വിളിക്കുന്നത്. ഈ സംസ്കൃതി എന്നത് വളരെ സുരക്ഷിതമായ ഒന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസംസ്കൃതിയുടെ, ബാർബാരിറ്റിയുടെ കായോസിന്റെ, അലങ്കോലമായ അവസ്ഥയുടെ ഒക്കെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. അതാണ് ഈ എൻട്രോപ്പി അല്ലെങ്കിൽ ക്രമരാഹിത്യം. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ സംസ്കൃതിയും അസംസ്കൃതിയും തമ്മിലുള്ള സംഘർഷത്തെ അതിമനോഹരമായി, എന്നാൽ വളരെ ലളിതമായി വിവരിക്കുന്ന ഒരു നോവലാണ് ഈ ഈച്ചകളുടെ തമ്പുരാൻ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട വില്യം ഗോൾഡിങ്ങിന്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ഞാനൊക്കെ ബി എക്ക് പഠിക്കുമ്പോൾ പഠിച്ചാണ്. ലോർഡ് ഓഫ് ദ ഫ്ലൈസ് 1954 എഴുതിയതാണ്. ഗോൾഡിങ് പിന്നീട് നൊബേൽ സമ്മാനമൊക്കെ ലഭിക്കുന്നത്. വളരെ ലളിതമായ കഥയാണ്. ഒരു ന്യൂക്ലിയർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിമാനാപകടം ഉണ്ടാവുന്നു. ആ വിമാനത്തിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരായിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥികളാണ്, ചെറിയ കുട്ടികളാണ്. ആ വിമാനം അപകടത്തിൽപ്പെടുകയും വിമാനം നടുക്കടലിൽ വീഴുകയും, എന്നാൽ അതിൽ കുട്ടികൾ രക്ഷപ്പെട്ട് അവർ ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് കഥ. ആ ദ്വീപിൽ മുതിർന്നവരാരുമില്ലാത്ത, അവരെ നയിക്കാൻ മുതിർന്നവരൊന്നും ഇല്ലാത്ത ഒരു ദ്വീപിലാണ് അവർ എത്തിച്ചേരുന്നത്. അവിടെ അവർ ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയാണ് ഈ കുട്ടികൾ. ആ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന്റെ ആദ്യത്തെ അവസ്ഥ എന്നത്, അതില് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ്, കുട്ടികളാണ്. ഒന്ന് റാൾഫ്, മറ്റൊന്ന് പിഗി. ഇവർ കുറെ കൂടി ഇവരുടെ ജീവിതം ശോഭനമാക്കാൻ വേണ്ടി, അവരുടെ ജീവിതത്തെ കുറെ കൂടി ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടി,
ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാക്കുന്നത്. അപ്പൊ കുറെ കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ജനാധിപത്യപരമായ ഒരു ഒരു വ്യവസ്ഥയാണ് അവർ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. അതില് ഒരു അസംബ്ലി കൂടും. ചിലപ്പം കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി അസംബ്ലി കൂടാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത്? കോഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ ശംഖ്, ബീച്ചിൽ നിന്ന് കിട്ടിയ ശംഖ് ഊതിയിട്ട് അതിൽ നിന്ന് ശബ്ദം വരുമ്പോൾ അവിടത്തേക്ക് എല്ലാവരും വരും. അപ്പൊ ഒരു നിയമം ആദ്യം അവരൊരു നിയമം ഉണ്ടാക്കുന്നു. ആരുടെ കയ്യിലാണോ ശംഖുള്ളത് അവർക്ക് സംസാരിക്കാം. അപ്പൊ ഒരു പാർലമെന്ററി സിസ്റ്റം ഉണ്ടാക്കണം, എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഞാൻ കഥ പറയുന്നില്ല. ശരിക്കും സംഭവിക്കുന്നത് അവിടെ മഹാഭൂരിപക്ഷം കുട്ടികളും യഥാർത്ഥത്തിൽ ഈ റാൽഫിന്റെയും പിഗ്ഗിയുടെയും സ്വാധീനത്തിൽ നിന്ന് അവരുണ്ടാക്കിയ ജനാധിപത്യപരമായ ഒരു കൾച്ചറിൽ നിന്നും മാറിപ്പോവുകയും അതിന് പകരമായി ഒരു ബാർബേറിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഗോത്രീയ സംഘമായിട്ട് മാറുകയും അങ്ങനെ ഈ പിഗ്ഗിയെ ഒരു കല്ലുരുട്ടിക്കൊണ്ട് ജാക്കും സൈമണും ഈ പറഞ്ഞ ഗോത്രീയ സംഘത്തിന്റെ നേതാക്കളാണ്, കുട്ടികളാണ്. ഈ ജാക്കിനെ പിഗ്ഗിയെ കൊല്ലുകയും അങ്ങനെ റാൽഫാണ് ഇവരുടെ ഈ ഞാൻ പറഞ്ഞ സിസ്റ്റം ബിൽഡറായിട്ടുള്ള ഒരു ചൈൽഡ്, അവനെ വേട്ടയാടുകയും അങ്ങനെ അവൻ ബീച്ചിലേക്ക് രക്ഷപ്പെട്ട് ഓടുമ്പോൾ അവിടെ ഒരു നാവികൻ, ഇംഗ്ലീഷ് നാവികൻ രക്ഷപ്പെടാൻ എത്തുകയും ആ നാവികന്റെ മുമ്പിൽ കരയുകയും തന്നെ കൊല്ലാൻ വേണ്ടി പിറകെ ഓടി വരുന്ന മറ്റുള്ളവരും ഇത് കണ്ടുകൊണ്ട് കരയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ആ നോവൽ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്ത കാലത്ത് കേരളത്തിലൊക്കെ കണ്ട കേരളം സാക്ഷ്യം വഹിച്ച ചില സംഭവങ്ങളും ഇന്ത്യയിലൊക്കെ നമ്മൾ പല ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഈ മതാന്ധതയുടെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ നോവൽ ഓർത്തുപോയി എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് നവോത്ഥാനം എന്നത് കേവലമായിരുന്നു എങ്കിൽ, നവോത്ഥാനം അതിന്റെ ഫൗണ്ടേഷൻ പ്യൂരിറ്റിയോടുകൂടി തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നതാണ്. കാരണം ഗോൾഡിങ് വളരെ അന്യാവദേശ കഥാരൂപത്തിൽ അലിഗോറിക്കലായിട്ട് ചിത്രീകരിച്ച ഗോത്രീയതയിലേക്ക്, ഒരു ഗോത്ര സംഘത്തിലേക്ക്, ഹണ്ടിങ് സംഘത്തിലേക്ക്, അങ്ങനെ ഒരു സംഘമായി വളർച്ച പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരുമോ എന്ന ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഒരു അർത്ഥത്തിൽ നമ്മുടെ വളർച്ച മുരടിച്ച ഒരു ശൈശവ സമൂഹത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഇടയിൽ കാണുന്നുണ്ടോ എന്ന ഒരു സംശയം ഈ അടുത്ത കാലത്ത് ഒക്കെ നാം കാണുന്ന ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കേവലം തന്നെ ആയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേവലം അല്ലാതായി മാറിയിരിക്കുന്നു ഈ നവോത്ഥാന പാരമ്പര്യം. ഞാൻ പറഞ്ഞ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് കേരളം അടുത്ത കാലത്തൊക്കെ കണ്ട. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ചില ഭാഗങ്ങളിൽ ഗാന്ധിജിയെ വളരെ പ്രതീകാത്മകമായി റീ ഇനാക്ട് ചെയ്യണം, ഗാന്ധിയുടെ അസാസിനേഷനെ പുനരവതരിപ്പിക്കുക എന്ന ഈ കാഴ്ച. അതുപോലെ ഈ അടുത്ത കാലത്ത് കാസർഗോഡൊക്കെ നടന്ന ഇരട്ട കൊലപാതകം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വീണ്ടും ഗോത്രീയമായ ഒരു ശൈശവ സമൂഹത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടാകും. എന്തുകൊണ്ടാണ് കേവലം എല്ലാതായി തീർന്നത് എന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തിന് അതിന്റെ വളരെ ലളിതമായ ഒരു പരിശുദ്ധമായ അതിന്റെ പ്യോറായിട്ടുള്ള അതിന്റെ കേവലമായ അർത്ഥത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. കാരണം നവോത്ഥാനത്തെ പൊതുവിൽ നമ്മളൊക്കെ അതിനെ കുറെ കൂടി മറ്റെന്തൊക്കെയോ ആയി ചിത്രീകരിക്കുന്ന ഒരു രീതി നിർഭാഗ്യവശാൽ നമ്മുടെ അക്കാദമിക സമൂഹത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നു. നവോത്ഥാന ചിന്തകൾക്ക് കാലത്തിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു. അത് വളരെ സിമ്പിൾ ആയിരുന്നു എന്നത് യഥാർത്ഥമാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞത് അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തത് മാനവികതയായിരുന്നു എന്നതാണ്.
അതാണ് ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഒരു സവിശേഷത എന്ന് പറയുന്നത്. നവോത്ഥാനത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ ആധുനികതയുടെ സവിശേഷത എന്നത് മാനവികതയെ അത് ഉയർത്തി കാണിക്കുന്നു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ലളിതമായി ഈ ഏച്ചുകൂട്ടലുകളൊന്നും ഇല്ലാതാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ചിത്രം വെറുതെ ചിത്രം കൊടുക്കുക മാത്രമാണ്. എന്തൊക്കെയോ ആണ്, ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ മേലെ എന്തൊക്കെയോ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റെന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ നവോത്ഥാന പാരമ്പര്യം. യഥാർത്ഥത്തിൽ നവോത്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ലളിതമാണ്. നവോത്ഥാനത്തിന്റെ വെളിച്ചം അനുഭവിച്ചു തുടങ്ങിയ ഒരു സമൂഹം എന്താണ് അതിന്റെ ആ ഒരു ശൈശവ സമൂഹം തന്നെ വേണമെങ്കിൽ പറയാം. ആ സമൂഹം പ്രത്യയശാസ്ത്ര നിബിഡമായ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ അകപ്പെട്ടു എന്നതാണ്. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ വഴിയെ വിശദീകരിക്കാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാന പൈതൃകം നേരിട്ട വലിയ വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ പ്രത്യയശാസ്ത്രം? ഞാൻ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി അർത്ഥമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ സിസ്റ്റം ഓഫ് ഐഡിയാസ്. നമ്മളെപ്പോഴും പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഐഡിയാസ് ആൻഡ് ഐഡിയൽസ്, especially one which forms the basis of economic or political theory and policy. ഇത് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്താണ് കേരളത്തിൽ നമ്മൾ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പോളിസി, പൊളിറ്റിക്കൽ തിയറി, ഇക്കണോമിക് തിയറി ഒക്കെ ഉള്ള ഒരു സിസ്റ്റം, ഒരു ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ഒരു വ്യവസ്ഥ നമുക്ക് പരിചയമുള്ള പ്രത്യയശാസ്ത്രമാണ്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം. ഈ പ്രത്യയശാസ്ത്രത്തിന്റെ വ്യാഖ്യാന പടക്കുകൾക്കകത്താണ് പലപ്പോഴും കേരളത്തിന്റെ നവോത്ഥാനവും അതുപോലെ തന്നെ ഇന്ത്യയിലെ നവോത്ഥാനവും ഒക്കെ മനസ്സിലാക്കപ്പെട്ടത് എന്നതാണ് നാം അനുഭവിക്കുന്ന ഒരു ദുരന്തം. ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ആവാസ വ്യവസ്ഥക്കകത്താണ് നവോത്ഥാനം മനസ്സിലാക്കപ്പെട്ടത്. ഈ പ്രത്യയശാസ്ത്ര ആവാസ വ്യവസ്ഥ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നവോത്ഥാന പാരമ്പര്യത്തെ, നവോത്ഥാന ചരിത്രത്തെ പ്രശ്നവൽക്കരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നവോത്ഥാനം വളരെ ലളിതമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചത് മാനവികതയാണ്. ഞാനിവിടെ ശ്രീനാരായണ ഗുരുവിന്റെ അരൂർപ്പുറം ശിവപ്രതിഷ്ഠയുടെ ഭാഗമായി അദ്ദേഹം നൽകിയ ഒരു സന്ദേശമാണ്. വളരെ ലളിതമാണ്. വലിയ സിദ്ധാന്തങ്ങളോ പ്രത്യയശാസ്ത്രമോ വലിയ തിയറിയോ ഒന്നുമില്ലാതെ വളരെ മാനവികതയെ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, മനുഷ്യന്റെ സർഗാത്മകതയെ ഒക്കെ അടിവരയിട്ട് പറയുന്ന ഈ ഒരു മെസ്സേജ് ജാതിഭേദം മതഭേദമൊക്കെ പരിചയമുള്ളതാണ്. അങ്ങനെ ഒന്നുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് ആ ശിവപ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് നാരായണഗുരു എഴുതി വെച്ചത്. അത്രയും ലളിതമാണ്, മാനവികതയാണ് അവിടെ എന്ന് പറഞ്ഞത്. ഇതാണ് പലപ്പോഴും സിദ്ധാന്തങ്ങൾക്കില്ലാത്ത. സിദ്ധാന്തങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പ്രത്യയശാസ്ത്ര വ്യാഖ്യാനങ്ങൾ ചെയ്തത് നവോത്ഥാനത്തിന്റെ പൈതൃകത്തെ, പാരമ്പര്യത്തെ, ചരിത്രത്തെ പ്രശ്നവൽക്കരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയില്ലേ, കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറയുന്ന പോലെ പ്രശ്നവൽക്കരിച്ച് നവോത്ഥാനമില്ലാതെ മറ്റെന്തൊക്കെയോ ആയി തീർന്നു നമ്മുടെ നവോത്ഥാനം. പ്രശ്നവൽക്കരിക്കുക എന്ന വാക്ക് തന്നെ ഈ സൈദ്ധാന്തികരുടെ പദാവലിയിലെ ഒരു പ്രധാന ഇനമാണ്. നിങ്ങൾ ഏത് അക്കാഡമിക് ചർച്ചകളിലും, പ്രത്യേകിച്ചും ഇടത് അക്കാഡമിക് ചർച്ചകളിലൊക്കെ എപ്പോഴും പറയുന്ന വാക്കാണ് പ്രോബ്ലമറ്റൈസ് എന്നുള്ള വാക്ക്. എന്താണ് ഈ പ്രോബ്ലമറ്റൈസ് എന്ന വാക്കിന്റെ അർത്ഥം? പ്രോബ്ലമറ്റൈസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, മേക്കിംഗ് ടു ഓർ റിഗാർഡ് ആസ് എ പ്രോബ്ലം റിക്വയറിംഗ് എ സൊല്യൂഷൻ. ഏതൊന്നിനെയും ഒരു പ്രോബ്ലമായി കണ്ട് അതിന്റെ സൊല്യൂഷന് വേണ്ടി കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രയത്നമാണ്. അതാണ് പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ഈ ഈ പ്രത്യയശാസ്ത്ര സൈദ്ധാന്തികർ എപ്പോഴും ചെയ്യുന്നത് ആധുനികതയെ കൊളോണിയലിസവുമായി ബന്ധപ്പെടുത്തിയാണ് അവർ എപ്പോഴും മനസ്സിലാക്കുക. പലപ്പോഴും മൊഡേണിറ്റി എന്നതിനെ കുറിച്ച് അവർ പറയുന്നത് തന്നെ കൊളോണിയൽ മൊഡേണിറ്റി എന്നാണ്.
കാരണം ആധുനികത എന്നത് കൊളോണിയലിസമാണ്, അതിന്റെ ഭാഗമായി ഇവിടെ വന്നതാണ്. അതുകൊണ്ട് ആധുനികത എന്നത് കൊറിലേറ്റഡ് വിത്ത് എന്താണ് കൊളോണിയലിസം. സോ രണ്ടും ഈക്വൽ ആണ്. കൊളോണിയലിസത്തിന്റെ ഭാഗമാണ്, അതിന്റെ ഭാഗമായി കൊളോണിയൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് ആധുനികത. പക്ഷെ ഇതൊരു വലിയ അബദ്ധമാണ്. നമ്മുടെ സൈദ്ധാന്തിക പ്രത്യയശാസ്ത്ര സൈദ്ധാന്തികളിൽ കാണുന്ന ഈ ഒരു പരസ്പര ബന്ധം, അതായത് ആധുനികതയെയും അല്ലെങ്കിൽ നവോത്ഥാനത്തെയും കൊളോണിയലിസത്തെയും ബന്ധപ്പെടുത്തുന്ന ഈ ഒരു രീതി യഥാർത്ഥത്തിൽ വളരെ അബദ്ധ ജടിലമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ആധുനികത എന്നത്, ഞാനിവിടെ ആധുനികതയുടെ ഒരു വിവരണം നൽകിയിരിക്കുന്നു. ആധുനികത എന്നത് വളരെ യുണീക്കായിട്ടുള്ള, ചരിത്രത്തിലെ വളരെ അനന്യമായ ഒരു സംഭവത്തെയാണ് നമ്മൾ ആധുനികത എന്ന് പറയുന്നത്. ഒരു മാറ്റത്തെ കുറിക്കാനുള്ള ഒരു വാക്കാണ് ആധുനികത എന്ന് പറയുന്നത്. പക്ഷേ കൊളോണിയലിസം എന്നത് അതിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ ചരിത്രത്തിൽ നാം എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കാരണം ചരിത്രം, ഹിസ്റ്ററി ഈസ് റിപ്ലീറ്റ് വിത്ത് കൊളോണിയലിസം, അഗ്രഷൻ, എക്സ്പാൻഷൻ, എംപയർ ബിൽഡിംഗ് എല്ലാം. നമ്മളിപ്പോ ഇസ്ലാമിന്റെ ചരിത്രത്തെ തന്നെ അറിയാം. ഇസ്ലാമിന്റെ തുടക്കം മുതൽ അത് എക്സ്പാൻഷൻ ആയിരുന്നു. യുദ്ധത്തിലൂടെയും മറ്റും അത് നടത്തിയ എക്സ്പാൻഷനിലൂടെയാണ് അതൊരു എംപയർ ഉണ്ടാക്കുന്നത്. അപ്പം കൊളോണിയലിസം, ഇംപീരിയലിസം അല്ലെങ്കിൽ എക്സ്പാൻഷൻ, അഗ്രഷൻ എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള സംഭവമൊന്നുമില്ല. അത് ചരിത്രത്തില് കഴിഞ്ഞ കാലത്തെ ചരിത്രത്തിലൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. മറിച്ച് ആധുനികത എന്നത് ഒരു യുണീക്കായിട്ടുള്ള ഈവന്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടം വരെ നിലനിന്നതും, അതാണ് ആധുനികത. ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടം വരെ നിലനിന്നതും സാമൂഹ്യ ജീവിതത്തിന്റെയും ചിന്തയുടെയും അടിസ്ഥാനമായിരുന്നതുമായ പാരമ്പര്യ വിശ്വാസങ്ങളെയും മാന്ത്രിക ചിന്തയെയും അപ്രസക്തമാക്കിയ മാറ്റമാണ് മാജിക്കൽ തിങ്കിങ് എന്ന് പറയും. മാജിക്കൽ തിങ്ക്, നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്തുള്ള ആലോചിക്കുക, നമ്മളെ ചിന്താരീതി കുറെ മാജിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നോവലിലെ ഈ പറഞ്ഞ ഗോത്രീയമായി സംഘടിച്ച കുട്ടികളൊക്കെ മാജിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമാണ്. അവർ ഒരു യക്ഷിയെ കാണുന്നു, കടലിൽ നിന്നൊരു യക്ഷി വന്നിരിക്കുന്നു, പിന്നെ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു മൃഗത്തെ ബലി കൊടുക്കുന്നു, എന്നിട്ട് ആ മൃഗത്തിന്റെ തലയെടുത്തുകൊണ്ട് ഒരു കുന്തത്തിൽ കുത്തി നിർത്തുന്നു, എന്നിട്ട് ആ തലയിൽ ഈച്ചകൾ ഇങ്ങനെ വന്ന് നിറയുന്ന അത് വെച്ചാണ് ആ നോവലിന്റെ ടൈറ്റിൽ പോലുമാണ് ഈച്ചകളുടെ തമ്പുരാണ്. അപ്പൊ മാജിക്കൽ തിങ്കിങ് ആണ് നമ്മുടെ നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന മാജിക്കൽ തിങ്കിങ്ങിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയി കുറെ കൂടി റാഷണൽ ആയിട്ടുള്ള യുക്തിസഹമായ ചിന്തകളിലൂടെ നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് അഡൾട്ട് ലൈഫ് എന്ന് പറയുന്നത്. ഇന്ന് അപ്പം അതാണ് മോഡേണിറ്റി. നമ്മൾ ആധുനിക പൂർവമായ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ ശൈശവ രീതിയായ മാജിക്കൽ തിങ്കിങ്ങും പാരമ്പര്യ വിശ്വാസവും ഒക്കെ മാറ്റി നമ്മൾ കുറെ കൂടി ശാസ്ത്രബോധവും യുക്തിചിന്തയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിതത്തെ അത്തരമൊരു മാറ്റത്തെ കുറിക്കുക എന്നതാണ്. അതൊരു അനന്യമായ സംഭവമാണ്. അപ്പം യൂറോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു 16-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ ആധുനികത യഥാർത്ഥത്തിൽ വികസിച്ചു വരുന്നത്. കാരണം യുക്തിയുഗം എന്ന് തന്നെയാണ് പറയുന്നത്. ഏജ് ഓഫ് റീസൺ എന്നാണ്. അതുവരെ മതവും മതപാരമ്പര്യവും മതനേതൃത്വവും ഒക്കെയാണ് കാര്യങ്ങൾ നിർവഹിച്ചിരുന്നെങ്കിൽ അതിന് ശേഷം 18-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ യുക്തിയാണ്, നമ്മുടെ റീസൺ ആണ്, നമ്മുടെ ദൈക്ഷണികതയാണ്, നമ്മുടെ ഇന്റലക്റ്റ് ആണ് ലോകത്തെ മനസ്സിലാക്കാനും ലോകത്തെ മാറ്റിമറിക്കാനും ലോകത്തെ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി സന്തുഷ്ടകരമാക്കാനും ഒക്കെ വേണ്ടത് എന്ന തിരിച്ചറിവുണ്ടാകും. എന്തുകൊണ്ടാണ് യുണീക്കാവുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ആധുനികത, മോഡേണിറ്റി എന്നത് വളരെ അനന്യമായിരുന്നത്? കാരണം അത് അതുവരെ ഇല്ലാത്ത രീതിയിൽ മാനവികതയെ ഉയർത്തി കാണിച്ചു, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തി കാണിച്ചു, മനുഷ്യന്റെ സർഗാത്മകതയെ അത് വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടുവരുന്നതാണ്. വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞതാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞത് ഈ സൈദ്ധാന്തിക പ്രത്യയശാസ്ത്ര സൈദ്ധാന്തികർ മോഡേണിറ്റിയെ
നവോത്ഥാനത്തെ പ്രശ്നവൽക്കരിച്ചിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചുണ്ടായിരുന്നു. യൂറോ കേന്ദ്രീകൃത പദ്ധതി എന്നാണ് മോഡേണിറ്റിയെ കുറിച്ച് പറഞ്ഞത്. ഒരു ആധുനികത എന്നത് യൂറോ കേന്ദ്രീകൃതമാണ്. മറ്റൊന്ന്, ആധുനികത എന്നത് കൊളോണിയൽ പ്രോജക്റ്റ് ആണ്, അതൊരു കോളനീകരണ പദ്ധതിയാണ് പറഞ്ഞിട്ടുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് അത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ബദലുകളെ, നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആധുനികത വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ബദലുകളെയൊക്കെ നിരപ്പാക്കിക്കൊണ്ടാണ് ഈ ആധുനികത ഇവിടെ വന്നത്, റിനൈസൻസ് ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആധുനികതയെയും കൊളോണിയലിസത്തെയും ബന്ധപ്പെടുത്തുന്നത് തന്നെ ഒരു ലോജിക്കൽ ഫാലസിയാണ്. ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഒരു കുയുക്തിയാണ്, അല്ലെങ്കിൽ ഒരു വികലമായ ഒരു യുക്തി വൈകല്യമാണ് യഥാർത്ഥത്തിൽ ലോജിക്കൽ ഫാലസി. ഇവിടെ എന്താണ് ഈ ലോജിക്കൽ ഫാലസിയുടെ പേരാണ്, ഒരു ലാറ്റിനുള്ള പേരാണ്. കുറെ ലോജിക്കൽ ഫാലസീസിന്റെ ഒക്കെ പേര് ലാറ്റിനിലാണ്. ഈ ലോജിക്കൽ ഫാലസി പേര് കേട്ട് പേടിക്കുന്നു വേണ്ട, അത് ഇത്രയേ ഉള്ളൂ. വിത്ത് ദിസ്, therefore, because of this. ഇതോടൊപ്പം അതുകൊണ്ട്, ഇതോടൊപ്പം ആയതിനാൽ അതുകൊണ്ട് എന്നാണ്. അതായത് മോഡേണിറ്റി എന്നത് നമ്മുടെ ഇവിടെ വന്നത് കൊളോണിയലിസത്തോടൊപ്പമാണ്, ആയതിനാൽ അത് കൊളോണിയലിസം കൊണ്ടാണ് എന്നാണ്. ഇതാണ് ഈ ലോജിക്കൽ ഫാലസി എന്ന് ഞാനിവിടെ പറഞ്ഞത്. ഇതിന്റെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ വാക്സിൻ വിരുദ്ധത നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. MR വാക്സിനേഷൻ ഒക്കെ എതിരെ നടന്ന ക്യാമ്പയിനൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് അമേരിക്കയിലുമുണ്ട്. അമേരിക്കയിലും ഈ പറഞ്ഞ മീസിൽസ്, റൂബെല്ല വാക്സിനുകൾ എടുക്കുന്നതിനെ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവിടെയുമുണ്ട്. അവർ പറയുന്നൊരു കാരണം ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിനേഷൻ കൊണ്ടാണ് ഓട്ടിസം ഉണ്ടാകുന്നത്. അപ്പൊ വാക്സിനേഷൻ കൊടുക്കുന്നു, ഓട്ടിസം ഉണ്ടാകുന്നു. രണ്ടും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ വാക്സിനേഷൻ എടുക്കുന്നത് ഒരു 15 മാസമോ 18 മാസമൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു. ഏതാണ്ട് ഓട്ടിസം ലക്ഷണമൊക്കെ വ്യക്തമാവുന്നതും ആ കാലത്ത് തന്നെയാണ്, 15-18 മാസമാകുമ്പോഴൊക്കെ. അപ്പം ആ കാലത്താണ് ഓട്ടിസം വരിക എന്നത്, ഓട്ടിസം മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വാക്സിനേഷൻ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഒരു തരം ലോജിക്കൽ ഫാലസിയാണ്. അതാണ് ഈ പറയുന്ന ആധുനികതയെയും കൊളോണിയൽ മോഡേണിറ്റി എന്ന് വിളിച്ച് പ്രശ്നവൽക്കരിക്കുന്നവർ ചെയ്യുന്നത്. ഈ ലോജിക്കൽ ഫാലസി തന്നെ പറയുകയാണ്. ഈ ലോജിക്കൽ ഫാലസിയുടെ പൊള്ളത്തരം ഞാൻ എന്റെ പ്രസന്റേഷന്റെ പിറകെ അത് പറയുന്നു. നമ്മുടെ നാട്ടില്, കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ചിന്തകന്റെ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കോട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സുനിൽ പി ഇടയിടം, അദ്ദേഹം ഒരു ഇടത് ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ വീണ്ടെടുപ്പുകൾ മാർക്സിസവും ആധുനികതാ വിമർശനവും എന്നാണ് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ. അതിൽ നിന്നെടുത്ത ഒരു കോട്ടാണ്. ഞാൻ ഈ പ്രശ്നവൽക്കരണത്തിന്റെ ഉദാഹരണങ്ങൾ കാണിക്കാൻ കൊടുക്കുന്ന 1-2 ഉദ്ധരണികളിൽ ഒന്നാണ്. ആധുനികതയുടെ സമഗ്ര ബന്ധ വ്യവസ്ഥക്കുള്ളിൽ നിന്നും മുതലാളിത്തത്തെ മാത്രം അടർത്തിയെടുത്ത് വിമർശന വിധേയമാക്കുന്നതിലേക്കാണ് ഇടതുപക്ഷ പ്രയോഗങ്ങൾ ഇക്കാലത്ത് ചെന്നു ചേർന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊരു വിമർശനമാണ്. അതായത് സാമ്പ്രദായിക മാർക്സിസ്റ്റിന് തെറ്റുപറ്റി. അവരെപ്പോഴും മുതലാളിത്തത്തെ മാത്രം മനസ്സിലാക്കി. പക്ഷേ മറ്റു പലതും കൂടി വിമർശന വിധേയമാക്കേണ്ടതുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് പറയാം. ഒരു ഭാഗത്ത് ബൂർഷ്വാസി ജന്മം നൽകിയ, ബൂർഷ്വാസി ആ വാക്ക് ശ്രദ്ധിക്കുക, ഒരു ഭാഗത്ത് ബൂർഷ്വാസി ജന്മം നൽകിയ പൗരസങ്കല്പത്തെയും ദേശരാഷ്ട്രത്തെയും വികസന പരിപ്രേക്ഷ്യത്തെയും ശാസ്ത്രബോധത്തെയും വിമർശനരഹിതമായി ഏറ്റെടുക്കുകയും മറുഭാഗത്ത് ബൂർഷ്വാ സംവിധാനത്തെ എതിർക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് ഇതിലൂടെ രൂപപ്പെട്ടു വന്നത്.
ഞാനിവിടെ പറയുന്നതാണ്, നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ബൂർഷ്വാസിയാണ്. ബൂർഷ ബൂർഷ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ബൂർഷ പറഞ്ഞാൽ ബിലോങ്ങിങ് ടു ഓർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി മിഡിൽ ക്ലാസ്. നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണ്. അപ്ഹോൾഡിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റലിസം, അത് മാർക്സിസ്റ്റ് വ്യാഖ്യാനം. മുതലാളിത്ത താല്പര്യങ്ങളെ ഉയർത്തി കാണിക്കുന്ന മധ്യവർഗം. മാർക്സിസത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പദാവലിയിൽ വെറുക്കപ്പെടേണ്ട ഒരു ഗണമാണ് ബൂർഷ്വാസി. ഈ സാമ്പ്രദായിക മാർക്സിസത്തെ, സാമ്പ്രദായിക ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഈ ഗ്രന്ഥകാരൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ, ഞാൻ പറഞ്ഞത് ബൂർഷ്വാസി, പൗരസങ്കല്പം, ദേശരാഷ്ട്രം, ശാസ്ത്രബോധം, വികസന പരിപ്രേക്ഷ്യം എന്നിവയ്ക്കൊക്കെ ബദലായിട്ട് എന്താണ് പകരം കാണുന്നത്? അതാണ് നമ്മൾ ഇവിടെ ആലോചിക്കുന്നത്. എന്താണ് പകരം? ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ്. ദേശരാഷ്ട്രം, അതുപോലെ തന്നെ പൗരസങ്കല്പം, ബൂർഷ്വാസി, ഇതൊക്കെ മോശമാണെങ്കിൽ ഇതിന് പകരം എന്താണ്? എന്തിനെയാണ് പകരം വെക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവർ പകരം വെക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഈ ഗ്രന്ഥത്തിലെ മറ്റൊരു ഉദ്ധരണി കൂടി നമുക്ക് വായിക്കേണ്ടി. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുക, അടിസ്ഥാനപരമായി മാർക്സിസം ആധുനികതയുടെ വിമർശനമാണ് എന്ന് വാദിച്ചുറപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ്. അദ്ദേഹം അല്ലെങ്കിൽ ഈ ഇടത് സൈദ്ധാന്തികർ സ്വപ്നം കാണുന്ന ഒരു സ്വപ്ന ആദർശ വ്യവസ്ഥയെ, ആ വ്യവസ്ഥയുമായി തുലനം ചെയ്തുകൊണ്ടാണ്, കമ്പയർ ചെയ്തുകൊണ്ടാണ് ആധുനികതയെ അവർ പ്രശ്നവൽക്കരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഇവർ സ്വപ്നം കാണുന്ന ഈ ആദർശ വ്യവസ്ഥ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ രക്തച്ചൊരിച്ചിലുകൾ എന്താണെന്ന്, അതിന്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് വളരെ പരിചിതമായ ചരിത്രമാണ്. അത്തരം ശ്രമങ്ങളൊക്കെ, ഈ ആദർശ വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ പഴയ സോവിയറ്റ് യൂണിയനിലും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും ചൈനയിലും ഒക്കെ ഉണ്ടാക്കിയത് രക്തച്ചൊരിച്ചിലുകളുടെ ചരിത്രമാണ് സൃഷ്ടിച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ യുണൈറ്റഡ് നേഷൻസിന്റെ സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ, ഈ പറയുന്ന സൈദ്ധാന്തിക സിദ്ധാന്തങ്ങളുടെ പ്രത്യയശാസ്ത്ര രൂപമോ ഒന്നുമില്ലാതെ വളരെ ലളിതമായ ലക്ഷ്യങ്ങളാണ് ഈ മില്ലേനിയൽ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. മില്ലേനിയൽ ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് 2015 ലോകത്ത് നടപ്പാക്കേണ്ടുന്ന 8 ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഈ 8 ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ലക്ഷ്യമാണ്, ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കുക. അന്ന് ഈ ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കുന്നത് വളരെ ആംബിഷ്യസ് ആയിട്ടൊരു പ്രോജക്റ്റാണ്. പക്ഷെ അതിനൊരു ഒരു ലിമിറ്റ് കൊണ്ടുവന്നു. അത് എന്താണെന്ന് വെച്ചാൽ 2015 1 ബില്യൺ ആളുകളെ തീവ്ര ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക. 1 ബില്യൺ, ശതകോടി ആളുകളെ, അതായത് ലോകത്തിന്റെ ഇന്നുള്ള തീവ്ര ദാരിദ്ര്യത്തിലുള്ള ആളുകളുടെ പകുതി ആളുകളെയെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നായിരുന്നു ആവശ്യം. ഇത് കേരളത്തിലൊക്കെ ഇത് 2000 തന്നെ ഇതൊക്കെ സാധ്യമായതാണ്. പക്ഷെ ലോകത്ത് 2015 ലക്ഷ്യമിട്ടതെങ്കിലും 2010 ഈ വികസന ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഏതെങ്കിലും പ്രത്യയശാസ്ത്ര വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടൊന്നുമല്ല, ആധുനികതയുടെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ശാസ്ത്രത്തിന്റെ രീതികൾ, ശാസ്ത്രത്തിന്റെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷിയും മറ്റും ഉണ്ടാക്കിയ വികസനത്തിന്റെ ഫലമായിട്ടാണ് ഈ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് കുറേയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ആധുനികത കൊണ്ടാണ്. മോഡേണിറ്റി ഉണ്ടാക്കിയ ചിന്തയിലും നമ്മുടെ രീതികളിലൊക്കെ ഉണ്ടാക്കിയ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഉണ്ടാക്കി. ഇതിന്റെ വിജയത്തിന്റെ തുടർച്ചയായിട്ട് 2015 മറ്റൊരു സിസ്റ്റം ഓഫ് ലക്ഷ്യങ്ങൾ കൂടി യുണൈറ്റഡ് നേഷൻസ് കൊണ്ടു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നാണ് പറയുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പൂർത്തിയാക്കേണ്ട ലക്ഷ്യമാണ്. അതിൽ പറയുന്നത് വെച്ചാൽ തീവ്ര ദാരിദ്ര്യം ലോകത്തിൽ നിന്നും
2030 പൂർണ്ണമായും തുടച്ചു നീക്കുക. തീവ്ര ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എപ്പോഴും തുടച്ചു നീക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ തീവ്ര ദാരിദ്ര്യം ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുക. ഒരുപക്ഷെ നമ്മളൊക്കെ അത് കാണാൻ ഭാഗ്യമുള്ളവരാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം 2015 നടപ്പാക്കേണ്ട ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ പറ്റി എന്നതിന്റെ അർത്ഥം 2030 നടപ്പാക്കാൻ നാം ലക്ഷ്യമിട്ട ലക്ഷ്യങ്ങൾ അത് കുറെയെങ്കിലും നടപ്പാക്കാൻ പറ്റുമെന്ന് പറയും. ഇതൊക്കെ ആധുനികതയുടെ പരമായിട്ടാണ്. മറ്റൊരു ഇടത് ചിന്തകന്റെ പുസ്തകത്തിൽ നിന്നെടുത്ത KKS ദാസ്, അദ്ദേഹത്തിന്റെ അയ്യങ്കാളി എന്ന പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു ഉദ്ധരണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നവോത്ഥാനം സൃഷ്ടിച്ച നവീന കേരളത്തിന്റെ ഉൽപാദന ബന്ധങ്ങൾ മുതലാളിത്തപരമായിരുന്നു. ഈ മധ്യമജാതി ബദ്ധ ഉൽപാദന ബന്ധങ്ങൾക്ക് കീഴിൽ അടിത്തട്ട് ജാതി സമൂഹങ്ങൾ ഭൂരഹിതരായും തൊഴിൽ രഹിതരായും ഭാഗിക തൊഴിലുള്ളവരായും കൂടുതൽ ദരിദ്രവൽക്കരിക്കപ്പെടുന്നു എന്നാണ് നിരീക്ഷണം. നമ്മൾ കേരളത്തിന്റെ ഒക്കെ ചരിത്രം ഒന്ന് നോക്കിയതിൽ ഈ കൂടുതൽ ദാരിദ്ര്യവൽക്കരണം ഉണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന നടത്താനാണ്. തീവ്രമായ ദാരിദ്ര്യത്തിന്റെ ഒക്കെ ഒരു ചരിത്രം, ഒരു പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുപാടും ദാരിദ്ര്യത്തിന്റെ ഒരു പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ അവസ്ഥ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിരുന്നു. അതിന്റെ അർത്ഥം ദാരിദ്ര്യം 0% ആയി ദാരിദ്ര്യത്തിൽ മാറ്റി എന്നല്ല. പക്ഷെ ഇത് യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ വിദൂരമായ ഒരു നിരീക്ഷണമാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ സുനിൽ പീഠത്തിന്റെ വീണ്ടെടുപ്പുകളുടെ പുസ്തകത്തിലുള്ള ഒരു ഉദ്ധരണി ഞാൻ കൊടുത്തിരിക്കുന്നത്, ഗണിതവും ജ്യോതിശാസ്ത്രവും വൈദ്യവും മുതൽ ലോഹവിദ്യയും തച്ചുശാസ്ത്രവും വരെ എത്രയോ മേഖലകളിൽ അത്യന്തം വിപുലമായ വിജ്ഞാന വൈഭവങ്ങൾ സ്വായത്തമാക്കിയ ഒന്നായിരുന്നു ആധുനിക പൂർവ്വ കേരളം. അതായത് നമ്മുടെ ആധുനികത വരുന്നതിനുള്ള കേരളത്തില് ഭയങ്കര സംഭവമായിരുന്നു. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ വലിയ ടെക്നോളജിയൊക്കെ നമുക്കുണ്ടായിരുന്നതാണ്. കൂട്ടിച്ചേർക്കുകയാണ്, മധ്യയുഗങ്ങളിലെ പടിഞ്ഞാറൻ വിജ്ഞാനത്തോട് ഇടപിടിക്കുന്ന ജ്ഞാന പാരമ്പര്യങ്ങളും ജ്ഞാനികളും ഇവിടെ ഉണ്ടായിരുന്നു. ശരിയായിരിക്കാം. ആധുനികീകരണം ഈ വിജ്ഞാന പാരമ്പര്യത്തെ ഏറെക്കുറെ നിരപ്പാക്കിയാണ് നടക്കുന്നത്. ഇവിടെ ഈ എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ജ്ഞാന പാരമ്പര്യം, ജ്ഞാനികൾ എന്നൊന്നുമുള്ള പ്രയോഗങ്ങൾ തന്നെ ആധുനികത അംഗീകരിക്കുന്നില്ല. ശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഏതൊന്നിനെയും ആധുനികത സ്വീകരിക്കുന്നു. അതാണ് ശാസ്ത്രത്തിന്റെ രീതി. ശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തതെല്ലാം അത് ഒഴിവാക്കപ്പെടുന്നു. സ്വയം സെൽഫ് റിട്ടയർ ചെയ്യപ്പെടേണ്ടി വരുന്നു. വളണ്ടറി റിട്ടയർമെന്റ് ചെയ്യപ്പെടേണ്ടി വരുന്നു. അത് ആരെങ്കിലും ഇവിടെ മോഡേണിറ്റി വന്നുകൊണ്ട് ഈ പറയുന്ന കേരളത്തിലെ ജ്ഞാന പാരമ്പര്യങ്ങളൊക്കെ അടിച്ചു നിരപ്പാക്കി അതിന്റെ മേലെ അവരുടെ കുറെ സാധനങ്ങൾ കൊണ്ട് അടിച്ചേൽപ്പിച്ചു എന്നൊക്കെയുള്ളത് ഒരുതരം ഗൂഢാലോചന സിദ്ധാന്തം എന്ന നിലക്ക് വളരെ രസകരമാണ് എങ്കിൽ പോലും അത് യഥാർത്ഥമല്ല. ശരിയാണ്, നമുക്കും കേരളത്തിലും ഒരു ഗണിതശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു. അതിന്റെ സംഗമഗ്രാമ മാധവൻ എന്നാണ്. മാധവ ഓഫ് സംഗമഗ്രാമ എന്ന് അറിയപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ ജീവിച്ച 14-15 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഗണിതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഈ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്രത്തിലെ ഒരു ശാഖയുടെ അത് അറിയപ്പെടുന്നത്, അടുത്ത കാലം വരെ അത് അറിയപ്പെട്ടിരുന്നത് ഗ്രിഗറി ലൈബ്നീസ് സീരീസ് ആണ്. കാരണം സ്കോട്ടിഷ് മാത്തമാറ്റീഷ്യനായ ഗ്രിഗറിയും ജർമ്മൻ ഫിലോസഫറും മാത്തമാറ്റീഷ്യനുമായ ലൈബ്നീസും വ്യത്യസ്തമായി ഡെവലപ്പ് ചെയ്ത ഒരു ഗണിതശാസ്ത്ര രീതിയാണ് ഇൻഫിനിറ്റ് സീരീസ് മെത്തേഡ് എന്നത്. പക്ഷേ അവർ 17-ാം നൂറ്റാണ്ടിൽ ഇത് ചെയ്യുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ സംഗമഗ്രാമ മാധവൻ അദ്ദേഹം ഈ ഇൻഫിനിറ്റ് സീരീസ് തിയറി ഡെവലപ്പ് ചെയ്തു. പക്ഷെ അതിനർത്ഥം ഇവിടുന്ന് ഈ സംഗമഗ്രാമ മാധവന്റെ രീതികളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് മറ്റ് യൂറോപ്യൻസ്, കൊളോണിയൽ പവേഴ്സ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ കോപ്പി അടിച്ചതാണ് എന്നല്ല. ഒരുപക്ഷെ
ഈ 14-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സംഗമഗ്രാമ മാധവന്റെ ജീവിച്ച കാലത്തിന് മുമ്പ് വേറെ എവിടെയെങ്കിലും ഒരുപക്ഷെ മറ്റൊരു മാത്തമെറ്റീഷ്യൻ ഇതേ രീതി ഇതേ ബ്രാഞ്ച് വികസിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഞാനിത് ഇതിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസിൽ 2014 ന്യൂയോർക്ക് ടൈംസിൽ ജെയിംസ് E.H. സ്മിത്ത് എന്ന ഒരു ശാസ്ത്ര ചരിത്രകാരൻ ന്യൂയോർക്ക് ടൈംസിന്റെ ബ്ലോഗിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ പറയുന്നത് ഇതാണ്. അതായത് although the infinite series techniques were used by the two European mathematicians, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രിഗറിയും ലൈബ്നിസുമാണ് ഇത് ഉപയോഗിച്ചതെങ്കിലും mathematician Madhava of Sangamagrama developed his own technique of calculating variety of infinite series. Hence, the call for naming the infinite series methods as Madhava, Grigori, Leibniz series. ഇന്നത് അറിയപ്പെടുന്നത് മാധവ ഗ്രിഗറി ലൈബ്നിസ് സീരീസ് ആണ്. പലപ്പോഴും നമ്മുടെ ഒരു ഗൂഢാലോചന സിദ്ധാന്ത പ്രകാരമാണെങ്കിൽ ഇവിടെ നിന്നുള്ള അറിവുകളൊക്കെ മോഷ്ടിച്ച് യൂറോപ്യൻസ് വെള്ളക്കാർ അവരുടെ പാരമ്പര്യമാക്കി അവരുടെ കണ്ടുപിടുത്തമാക്കി മാറ്റി എന്നൊക്കെ പറയുന്നത് അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. കാരണം നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ജ്ഞാന പാരമ്പര്യം അതിനെ സംരക്ഷിക്കേണ്ടതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമായിട്ടുള്ള കടമ നമുക്ക് തന്നെയാണ്. അതും വെള്ളക്കാരൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വൈറ്റ് മാൻസ് ബേർഡൻ എന്ന ആശയത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ഇനി കൊളോണിയലിസം ആണോ ശരിക്കും മോഡേണിറ്റി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ ഭാഗമായാണ് ഇവിടെ മോഡേണിറ്റി വന്നത്, അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ പ്രോജക്റ്റ് ആണോ മോഡേണിറ്റി എന്ന് ഒന്ന് പരിശോധിക്കാം. കൊളോണിയലിസം ഇല്ലാത്ത കൊളോണിയലിസത്തിന്റെ ചരിത്രമില്ലാത്ത കുറെ രാജ്യങ്ങളുണ്ടായിരുന്നു. അതിൽ 2 രാജ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ചൈനയും ജപ്പാനും. മറ്റു കുറെ രാജ്യങ്ങളുണ്ട്. ജപ്പാനാണെങ്കിൽ ചൈനയെയും കൊറിയയെയും തായ്ലൻഡിനെയും ഒക്കെ കോളനൈസ് ചെയ്ത രാജ്യം. അപ്പൊ ചൈനയിലും ജപ്പാനിലൊക്കെ അവരുടേതായ ജ്ഞാന പാരമ്പര്യങ്ങളുണ്ട്, അവരുടേതായ രീതികളുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ പാരമ്പര്യങ്ങളാണോ അവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള വളരെ അവിടുത്തെ മുഖ്യധാര ജീവിത രീതിയും അവരുടെ സാങ്കേതിക വിദ്യയും അറിവ് ജ്ഞാന രീതിയും ഒക്കെ അവരുടെ പാരമ്പര്യ ജ്ഞാനത്തിനനുസരിച്ചുള്ളതാണെന്നല്ല മോഡേണിറ്റി അടിസ്ഥാനമാക്കിയ ആധുനിക എഞ്ചിനീയറിംഗ്, ആധുനിക കാഴ്ചപ്പാടുകൾ. ഞാൻ കാഴ്ചപ്പാട് എന്ന് പറയുമ്പം ഒരു എക്സാമ്പിൾ, ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം എന്നത് അതൊക്കെയാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ്, അത് ചൈനയിലില്ല. പക്ഷെ അതുകൊണ്ടാണ് ചൈനയില്ല എന്ന് പറയുന്നത്. പക്ഷെ ജപ്പാൻ അത് കാണാം. അവരൊന്നും നമ്മുടെ പാരമ്പര്യജ്ഞാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പാരമ്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നതല്ല, അവരുടെ പാരമ്പര്യജ്ഞാനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തില്ല അവരുടെ ജീവിതം, മറിച്ച് ആധുനികതയെ അടിസ്ഥാനം. അപ്പൊ ആധുനികതയും കൊളോണിയലിസവും ഒന്നു തന്നെയാണ്, അത് പരസ്പരം ബന്ധമുള്ളതാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ന്യായ വൈകല്യമാണ് എന്ന് പറയുന്നത്. ആധുനികതയുടെ കൂടുതൽ കണിശമായ അറിവ് സമ്പാദന രീതികൾ, ശാസ്ത്രത്തിന്റെ രീതി അടക്കം, അത് ഈ പറഞ്ഞ പാരമ്പര്യജ്ഞാനത്തെയും പാരമ്പര്യ അറിവുകളെയൊക്കെ അപ്രസക്തമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. അത് കൂടുതൽ നമ്മുടെ മൂല്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ മാനവികമായ ഒരു ജീവിത ബോധം നമുക്കുണ്ടായിരുന്നു. അത് തന്നെ വികസിപ്പിച്ച ഒരു മൂല്യബോധമാണ്. അങ്ങനെ ഒരു മൂല്യബോധത്തെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റിയത് ആധുനികമായ ഒരു ചിന്താ മാറ്റത്തിന്റെ ഫലമായിട്ടാണ്. മതങ്ങളെ പോലെ തന്നെ ഈ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പരിപൂർണതാവാദമാണ്. ആബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. എന്താണ് ആബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്? ഒരു പരിപൂർണ്ണ എല്ലാം ഈ പുസ്തകത്തിലുണ്ട്, എല്ലാം ഖുറാനിലുണ്ട്, വേറെ ഒരു പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, എല്ലാം മാർക്സിസ്റ്റിലുണ്ട്, മറ്റൊന്നും വായിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതാണ് ആബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആബ്സല്യൂട്ടിസത്തിന്റെ പരാജയം കണ്ട നൂറ്റാണ്ടാണ് 20ാം നൂറ്റാണ്ട്. പലതരത്തിലുള്ള ആബ്സല്യൂട്ടിസമാണ്. നാറ്റ്സിസം, ഫാഷിസം, കമ്മ്യൂണിസം പോലുള്ള ആബ്സല്യൂട്ടിസ്റ്റ് സിദ്ധാന്തങ്ങൾ പൊളിഞ്ഞ ഒരു നൂറ്റാണ്ടായിരുന്നു 20ാം നൂറ്റാണ്ട്. ഈ ആബ്സല്യൂട്ടിസത്തിന്റെ പകരമായി അതിന്റെ തകർച്ചയിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്ന് അതിന്റെ വിശ്വാസികൾ, ഞാനിവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഇടത് വിശ്വാസികൾ പലപ്പോഴും എത്തിച്ചേർന്നത് ഒരുതരം സാപേക്ഷികതാവാദത്തിലേക്കാണ്, ഒരുതരം റിലേറ്റീവിസത്തിലേക്കാണ്. എന്താണ് റിലേറ്റീവിസം എന്നത്? ആബ്സല്യൂട്ടിസം എന്ന് പറയുന്നത് ഇതാണ് അവസാനത്തെ ആബ്സല്യൂട്ട് ട്രൂത്ത്, ഇതാണ് എന്ന ഒരു വാദമാണ്.
എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും ഒക്കെ ഒരാൾക്ക്, എല്ലാ മതങ്ങളും ഞാൻ പറഞ്ഞില്ല, ചില മതങ്ങളൊക്കെ, ഇസ്ലാമിനെ പോലുള്ള മതങ്ങളൊക്കെ ആബ്സല്യൂട്ടിസ്റ്റ് റിലീജിയസ് ആണ്, ആബ്സല്യൂട്ട് പ്രത്യയശാസ്ത്രങ്ങളാണ്. അതിന് പകരമാണ് അതിന്റെ പരാജയത്തിൽ നിന്ന് വന്ന ഒരു രീതിയാണ് റിലേറ്റിവിസം. ഈ റിലേറ്റിവിസമാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ കോളേജുകളിലൊക്കെ മാനവികതാ വകുപ്പുകൾ ഇന്ന് ഏറെക്കുറെ ഭരിക്കുന്നത് എന്ന് പലപ്പോഴും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെയുള്ള ചില സെമിനാറുകളൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ. അതായത് ഒന്നും നമുക്ക് എല്ലാം റിലേറ്റീവാണ്, എല്ലാം സാപേക്ഷികമാണ്. ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ഒന്നുമില്ല. എല്ലാം തെറ്റും ശരിയും ആപേക്ഷികം മാത്രമാണ്. ഒന്നിനെ എങ്ങനെയാണ് നിങ്ങൾ പൂർണ്ണമായും തെറ്റും ശരിയും എന്ന് പറഞ്ഞ് സൗന്ദര്യമില്ലായ്മയും, ബ്യൂട്ടി ആൻഡ് അഗ്ലിനെസ്, മേലെ താഴെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നും കുടുങ്ങരുത്, അങ്ങനെയുള്ള ഹയറാർക്കീസിലൊന്നും വിശ്വസിക്കാത്ത, എന്നാൽ പലതരം ഹയറാർക്കികളുടെയും ഭാഗമാണ്. ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹയറാർക്കിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ അതിലൊരു പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹയറാർക്കിയുടെ ഭാഗമാണ്. ആ ഹയറാർക്കിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ എല്ലാ ഹയറാർക്കികളും അപകടകരമാണ് എന്ന് പറയുന്ന ഒരുതരം വാദമാണ് ഈ സാപേക്ഷികതാവാദം. യഥാർത്ഥത്തിൽ എല്ലാം സാപേക്ഷികമാണ് എന്ന ഒരു ആബ്സല്യൂട്ടിസ്റ്റ് നിലപാടിലേക്കാണ് ഈ പറയുന്ന ഈ പ്രത്യയശാസ്ത്ര സൈദ്ധാന്തികർ ഇന്ന് എത്തിനിൽക്കുന്നത്. പാരമ്പര്യജ്ഞാനത്തിനൊക്കെ ഇന്ന് ഇത്ര വലിയ മാന്യതയൊക്കെ കിട്ടാൻ കാരണം എന്താണ്? പലപ്പോഴും ഇപ്പം ശബരിമല ഇഷ്യൂലൊക്കെ നമ്മൾ കണ്ടതാണ്. പാരമ്പര്യത്തെ, ആചാരങ്ങളെയൊക്കെ വളരെ വളരെ മാനിക്കേണ്ടതാണ്, അവയൊക്കെ അതിനൊന്നും അർത്ഥമില്ലെങ്കിൽ പോലും അവയൊക്കെ മാനിക്കേണ്ടതാണ് എന്ന ഒരു നിലപാട് പൊതുവിൽ ഒരു നമ്മുടെ ജനവിഭാഗങ്ങളുടെ നല്ല ശതമാനം ആളുകളിലും ഉണ്ടാകാനുള്ള കാരണം അക്കാദമിക സമൂഹങ്ങൾ ഇത്തരം റിലേറ്റിവിസ്റ്റ് ആയിട്ടുള്ള സാംസ്കാരിക റിലേറ്റിവിസ്റ്റ് രീതികൾക്ക്, ആ രീതികൾ ആണ് അവർ എഴുതിയതും അവർ പഠിപ്പിച്ചതും എന്നാണ്. നമ്മളിപ്പോ നേരത്തെ കണ്ടു കഴിഞ്ഞു. പലപ്പോഴും ഇവിടെ ആധുനികതയെ കുറിച്ച് പറയുമ്പോൾ നമുക്കും ഉണ്ടായിരുന്ന പാരമ്പര്യ ജ്ഞാനവും അറിവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അവയൊക്കെ അടിച്ചു നിരപ്പാക്കിയാണ് ഇവിടെ വന്നത്. അപ്പം ഈ റിലേറ്റിവിസ്റ്റ് രീതി നമ്മൾ ഒരിക്കലും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രത്തിന്റെ രീതിയും ശാസ്ത്രത്തിന്റെ എല്ലാത്ത രീതിയും, മഷിനോട്ടവും കെമിസ്ട്രിയും ശാസ്ത്രവും മഷിനോട്ടവും ഒക്കെ ഒരേ ഗണത്തിൽപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒന്നിനെ മറ്റൊന്നിന് താഴേക്ക് കാണാൻ പറ്റില്ല. മഷിനോട്ടവും കൈരേഖാശാസ്ത്രവും ജ്യോതിഷവും ഒക്കെ ശാസ്ത്രത്തിന്റെ രീതിയെ പോലെ തന്നെ അത്ര തന്നെ പ്രധാനമാണ്. കാരണം ഒന്നും മറ്റൊന്നിന് മേലെയല്ല. ഹയറാർക്കി എന്നുള്ളത് ഒരു അപകടകരമായ ഒരു സംവിധാനമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഇത് രണ്ടും തുല്യത നമുക്ക് കൽപ്പിക്കേണ്ടത് വരുന്നു. അതാണ് ഈ റിലേറ്റിവിസം. അതിന്റെ പല രൂപങ്ങളുണ്ട്. കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഒരു സംസ്കാരം, നമ്മളൊരു സംസ്കാരം, ആ സംസ്കാരത്തിലെ സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു സംസ്കാരം ഉണ്ടെന്ന് കരുതുക. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്താത്ത, സ്ത്രീകളെ ചാക്കിൽ പൊതിഞ്ഞു കെട്ടി നടത്തുന്ന ഒരു സംസ്കാരം ഉണ്ടെന്ന് കരുതുക. ഈ രണ്ട് സംസ്കാരവും കൾച്ചറൽ റിലേറ്റിവിസ്റ്റിന്റെ പേരിൽ നമുക്ക് ഒന്നായി കാണേണ്ടി വരുന്നു. പക്ഷെ അതാണ് നമുക്ക് ചിലത് ശരിയും ചിലത് ശരിയല്ലാത്തതും തന്നെയാണ്. ആ ഹയറാർക്കി എപ്പോഴും നമുക്ക് അത്തരമൊരു ജഡ്ജ്മെന്റ് നമുക്ക് നടത്തേണ്ടി വരുന്നു. അത് ആവശ്യമാണ്. ഹയറാർക്കി ഇസ് ഇമ്പോർട്ടന്റ്. എല്ലാ ആളുകൾക്കും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർ കഴിവുള്ള ആളുകളുണ്ട്, ചില കഴിവുള്ള ആളുകളെ അത്ര കഴിവില്ലാത്ത ആളുകളും ഒരേ തട്ടിലാണ് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അക്കാഡമിക് സമൂഹം, ഈ സൈദ്ധാന്തിക അക്കാഡമിക് സമൂഹമാണ് ഇത്തരം റിലേറ്റിവിസ്റ്റ് സാപേക്ഷിക വാദത്തിലൂടെയൊക്കെ ഇത്തരം പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും രീതികൾക്കൊക്കെ മാന്യത കൊടുത്തത് എന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടെടുക്കേണ്ടത്, എന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ വീണ്ടെടുക്കേണ്ടത് മാർക്സിസത്തെയോ മാർക്സിസ്റ്റ് ദർശനത്തെയോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ വളരെ ലളിതമായ, വളരെ പ്യുവറായിട്ടുള്ള, കേവലമായ നവോത്ഥാന പാരമ്പര്യത്തിന്റെ അതിന്റെ മൂല്യങ്ങളെ തന്നെയായിരുന്നു നമ്മൾ വീണ്ടെടുക്കേണ്ടത്. എല്ലാതരം പ്രത്യയശാസ്ത്ര മുഖപടലങ്ങളിൽ നിന്നും
നമുക്ക് നവോത്ഥാനത്തെ മോചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാതരം വിശ്വാസ പ്രമാണങ്ങൾ, വിശ്വാസ പ്രത്യയശാസ്ത്ര കൂടുകളിൽ നിന്നും നമുക്ക് മോചനം ആവശ്യമാണ്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ 2 പഴയ ക്യാമറകളും ഉപയോഗശൂന്യമായപ്പോൾ ഞാൻ മറ്റൊരു ക്യാമറ വാങ്ങി. അതും ഈ 2ാം താപഗതിക നിയമം എന്ന് പറയുന്ന സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രപ്പി എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരമാണ് എല്ലാം നമ്മുടെ ഡിസോർഡർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമ്മുടെ ഡിസോർഡർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ 2 ക്യാമറകൾക്കും ബാധകമായ ഈ നിയമം, എൻട്രപ്പി എന്ന നിയമം ഈ ക്യാമറക്കും ബാധകമാവും ഒരു കാലത്ത്. എന്റെ 2 പ്രവർത്തനക്ഷമല്ലാത്ത, ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്ത എന്റെ ഈ 2 ക്യാമറകളെയും വേണമെങ്കിൽ എനിക്ക് വീണ്ടും ഉപയോഗപ്രദമാക്കാം, അത് ഓപ്പറേഷണൽ ആക്കാം. അതിനുവേണ്ടി ഞാൻ അതിന്റെ ബോഡി മാറ്റണം, അതിനെ കൂടുതൽ പരിപാലിച്ച് കൂടുതൽ എനർജി ഞാൻ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ ഈ 2 ക്യാമറകളെയും ഉപയോഗശൂന്യമാക്കാം തത്വത്തിൽ. പക്ഷെ അതിന് ഞാൻ കൊടുക്കേണ്ടി വരുന്ന ചിലവ് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പുതിയ ക്യാമറ വാങ്ങുന്നത്. കാരണം ആ പുതിയ ക്യാമറ വാങ്ങുന്നതിന്റെ എത്രയോ മടങ്ങ് ചിലവ് വേണ്ടി വരും എനിക്ക്. ഇപ്പൊ ഈ ഞാൻ മ്യൂസിയം പീസ് ആയി സൂക്ഷിച്ച ഈ 2 ക്യാമറകൾ പോലും അത് ആ രീതിയിൽ തന്നെ നിലനിർത്തണമെങ്കിൽ പോലും എനിക്കതിൽ ചില എനർജി നൽകേണ്ടതുണ്ട്. അതിനെപ്പോഴും വൃത്തിയാക്കണം. അതിന് അത്യാവശ്യം വരുന്ന റിപ്പയർ ഒക്കെ നടത്തിയാൽ മാത്രമേ അത് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റൂ. അപ്പം പറഞ്ഞത്, നമ്മുടെ ഈ പ്രകൃതിയുടെ ഈ നിയമം നമ്മുടെ മനുഷ്യ സമൂഹത്തിനും ബാധകമാണ്. നമ്മുടെ അറിവിന്റെ റിന്യൂവൽ കൊണ്ട്, പുതിയ അറിവുകൾ കൊണ്ട് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സിവിലൈസേഷനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, പരിപാലിച്ചിട്ടില്ലെങ്കിൽ, അതങ്ങനെ പരിപാലിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരികയാണെങ്കിൽ നമ്മൾ തുരുമ്പിക്കും. അത് എത്തിച്ചേരുന്നത് ബാർബാരിറ്റിയിലേക്ക് തന്നെ. കാരണം ഡിസോർഡറിലേക്ക് പോകാനുള്ള ടെൻഡൻസി, എൻട്രപ്പിയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രകൃതി നിയമം എന്നത്. ആ എൻട്രപ്പിയിലേക്ക് തന്നെ പോകാതിരിക്കണമെങ്കിൽ, എൻട്രപ്പിയെ, ആ ഡിസോർഡർ തടയാനല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എഫേർട്ട് നമ്മൾ എടുത്തേ തീരൂ. അത് കുറെ കൂടി കോസ്റ്റ്ലി ആയിരിക്കും, കുറെ കൂടി വില നൽകേണ്ടി വരുന്നു. പക്ഷെ അതില്ലെങ്കിൽ ഫലമുണ്ടാവുക വീണ്ടും ഈ പറയുന്ന ക്രമരാഹിത്യത്തിലേക്ക്, ബാർബാരിറ്റിയിലേക്ക് ഒക്കെ പോകുന്ന അവസ്ഥയാണ്. അതില്ലാതാകണമെങ്കിൽ ഈ പറയുന്ന നവോത്ഥാനത്തിന്റെ ആ മാനവിക മൂല്യങ്ങൾ നാം കുറെ കൂടി ശക്തമായി അത് ഉയർത്തി കാണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ